നമസ്കാരം. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉറങ്ങിക്കിടന്ന 9 വയസ്സുകാരിയെ പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതി മൊബൈൽ ഉപയോഗിക്കാറില്ല. എന്നാൽ ഒളിയിടത്തിൽ നിന്ന് ഭാര്യയ്ക്ക് വന്ന ഒരു ഫോണാണ് പ്രതിയെ കണ്ടെത്താൻ നിർണായകമായത്. പീഡനം നടന്ന പ്രദേശത്ത് 12 വർഷത്തിലേറെയായി താമസിക്കുന്ന കുടക് നാപ്പോക്ക് സ്വദേശിയാണ് അറസ്റ്റിലായത്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതി പിടിയിലായത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് ബന്ധപ്പെട്ടതാണ് അന്വേഷണത്തിന് സഹായമായത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പ്രതി പീഡിപ്പിച്ചത്. 35 വയസ്സുള്ള കുടക് സ്വദേശിയാണ് പ്രതി. 1 വർഷത്തിൽ അധികമായി യുവാവ് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. കുടകിലെത്തുമ്പോൾ മാതാവിൻ്റെയും കാഞ്ഞങ്ങാട് ഭാര്യയുടെയും ഫോണുകളാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഇത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. എന്നാൽ ഭാര്യയെ നിരീക്ഷിച്ചതിൽ നിന്ന് നിർണായക വിവരം പോലീസിന് കിട്ടി. പീഡനശേഷം കുടക്, മാണ്ഡ്യ, ഈശ്വരമംഗലം തുടങ്ങിയ ഇടങ്ങളിലും കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും അന്വേഷണ സംഘം പ്രതിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇടയ്ക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും പിന്നീട് നല്ല സ്വഭാവക്കാരനായി ജീവിക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രതിയുടേത്. ബൈക്കിൽ കറങ്ങി നടന്നാണ് കുറ്റകൃത്യം ചെയ്യുന്നത്. കുടക് നാപ്പോക്ക് സ്വദേശിയായ ഇയാൾ 12 വർഷത്തിൽ അധികമായി കാഞ്ഞങ്ങാട്ടാണ്. ഭാര്യ വീടാണ് ഇവിടെ. പീഡനം നടന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് രാത്രി 11 മണിക്ക് കുട്ടിയുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ ഇയാൾ നടക്കുന്നതും സംഭവത്തിന് ശേഷം രാവിലെ 8:30 ബാഗുമായി പോകുന്നതും പ്രദേശത്തെ വിവിധ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. ഇതാണ് കേസിൽ നിർണായകമായത്. പ്രദേശത്തെ ഒരു വീട്ടിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചിരുന്നു. ഇത് മുക്കുപണ്ടമായതിനാൽ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. എന്നാൽ അതും ഇയാളാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. മാസങ്ങൾക്ക് മുൻപ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ബാലികയെ ഇയാൾ പീഡിപ്പിച്ചിരുന്നു. ബന്ധുവായതിനാൽ വീട്ടുകാർ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയില്ല. പീഡനം നടന്ന ദിവസം തന്നെ പോലീസ് കുടകിലേക്ക് പോയിരുന്നു. ഇപ്പോൾ പ്രതി എന്ന നിഗമനത്തിൽ എത്തിയ കുടക് സ്വദേശിയെക്കുറിച്ച് ആദ്യമേ പോലീസിന് സംശയമുണ്ടായിരുന്നു. പ്രതി എന്ന നിഗമനത്തിൽ എത്തിയ ശേഷം വീണ്ടും കുടകിലേക്ക് പോയ പോലീസ് നാപ്പോക്കിലെ വീടുകൾ നിരീക്ഷണത്തിലാക്കി. സംഭവത്തിന് ശേഷം ബാഗുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ പ്രതി സ്വദേശമായ കുടകിൽ എത്തിയിരുന്നില്ല. പീഡനം നടന്ന പ്രദേശത്ത് ഇയാൾ താമസമാക്കിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അധികം സുഹൃത്തുക്കളൊന്നും ഇയാൾക്കിവിടെയില്ല. ഇയാൾക്കെതിരെ കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. പീഡനത്തിന് ഇരയായ കുട്ടിയുടെ വീട്ടിൽ മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോകുമ്പോൾ മുൻവാതിൽ തുറന്ന് ലോക്ക് ചെയ്യാതെ അടയ്ക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ദിവസങ്ങളോളം കൃത്യമായ നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഇയാൾ വീട്ടിൽ കയറിയത്. ജലപാനമില്ലാതെ 5 ദിവസം വരെ കഴിയാനും ഇയാൾക്ക് പ്രത്യേക കഴിവുണ്ടെന്നുമൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി വനത്തിലെത്തിച്ച് പീഡിപ്പിച്ചതിന് പോക്സോ കേസിലും ഇയാൾ പ്രതിയാണ്. ഇതിൽ 3 മാസം റിമാൻഡിലായിരുന്നു. അധികം സുഹൃത്തുക്കൾ ഇല്ലാത്ത ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായി നേരത്തെ ജയിലിൽ ഇയാളോടൊപ്പം കഴിഞ്ഞവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ബംഗളൂരുവിലും ഗോവയിലും ഹോട്ടൽ ജോലി ചെയ്തിരുന്ന ഇയാൾ അവിടേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഇയാൾ ഭാര്യയെ ഫോണിൽ വിളിച്ചത്. ഇതോടെയാണ് പോലീസ് ഇയാളെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത്. കുട്ടിയെ പീഡിപ്പിച്ച ശേഷം കുട്ടിയുടെ ചെവിയിൽ കിടന്ന സ്വർണ്ണ കമ്മലും ഊരിയെടുത്തുകൊണ്ടാണ് ഇയാൾ മുങ്ങിയത്.